ഞാനൊരു ഫാമിലി സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ, ഫിഷൊക്കെ വാങ്ങാൻ പറ്റാതെ, നോൺ വെജസ് കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളും മുതിർന്നവരുമുണ്ട്. ഞാനും കഴിച്ചിട്ട് ഒരു 2 മാസത്തോളമായി. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് പലരും ഓർക്കുന്നുണ്ട്, അല്പം ഉണക്കമീൻ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരല്പം ഫിഷ് കറി കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ ഫിഷ് വേണ്ടേ ഉണ്ടാക്കാൻ, ഫിഷ് ഇല്ലാതെ എന്ത് ചെയ്യും? അപ്പോൾ മുട്ട വെച്ചൊരു ഫിഷ് കറി ആയാലോ? തേങ്ങ അരച്ച പച്ചക്ക് നമ്മൾ മീൻ കറി വെക്കാറുണ്ട്, പച്ചമാങ്ങയൊക്കെ ഇട്ട്. അതേ ടേസ്റ്റിൽ, ഒട്ടും ടേസ്റ്റ് വ്യത്യാസമില്ലാതെ മുട്ട വെച്ചിട്ട് നമുക്ക് ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ? പലർക്കും അറിയാൻ വയ്യാത്തൊരു റെസിപ്പിയാണ്, എന്നാൽ പലർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ കായ, പച്ചക്കായ, നേന്ത്രക്കായ, കോവയ്ക്കായ, തക്കാളി, സവാള ഇതൊക്കെ ഇട്ടിട്ട് മീനില്ലാത്ത മീൻ കറി വെക്കാറുണ്ട്. ഞാനും വെക്കാറുണ്ട്. പക്ഷെ അതിനൊന്നിനും ആ ഒരു എക്സാക്റ്റ് 100% ടേസ്റ്റ് വരാറില്ല. മുട്ട ഇട്ടിട്ട് ഞാൻ പച്ചയരച്ച് മീൻ കറി വെച്ചപ്പോൾ ആ എക്സാക്റ്റ് 100% ടേസ്റ്റ് വന്നു. ആ മുട്ടയ്ക്കല്ല, നമ്മളുടെ ആ ഗ്രേവിക്ക്. മാങ്ങയൊക്കെ ഇട്ട് നമ്മൾ പച്ചയരച്ച് മീൻ വെക്കുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റിൽ വളരെ ഡിലീഷ്യസ് ആയിട്ട് നമുക്ക് തേങ്ങ അരച്ച് മീൻ കറി വെക്കാവുന്നതാണ്, മീനില്ലാതെ. അപ്പോൾ മീനില്ലാത്ത മീൻ കറി മുട്ട വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം തേങ്ങ അരച്ചൊരു മുട്ടക്കറിയാണെന്ന്. പക്ഷെ തേങ്ങ അരച്ചൊരു മുട്ടക്കറിയാണെങ്കിലും ആ ഗ്രേവി കംപ്ലീറ്റ്ലി നമ്മൾ മീൻ കറി വെച്ചതുപോലെയാണ്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ യൂട്യൂബിൽ കമൻറ്റ്സ് ബോക്സിൽ തരാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും സമയമുണ്ട്, വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വ്യൂസ്, സബ്സ്ക്രിപ്ഷൻസ്, കമൻറ്റ്സ് ആണ് ആവശ്യം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹേ ഫ്രണ്ട്സ്, ടുഡേ ഐ ആം ഗോയിങ് ടു മേക്ക് കേരളാസ് ഓൺ ഫേവറേറ്റ് ആൻഡ് മല്ലു സ്പെഷ്യൽ ഫിഷ് കറി വിത്തൗട്ട് ഫിഷ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടൊരു മീൻ കറി, മീനില്ലാത്ത മീൻ കറി. ഇപ്പം ലോക്ക്ഡൗൺ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ അടുത്ത് മീനില്ല. കുറേ കാലമായി എല്ലാവരും മീനൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ മീനൊക്കെ വാങ്ങുന്നതും സേഫ്റ്റി അല്ല. മുട്ട കൊണ്ട് തേങ്ങ അരച്ച് വെച്ച് ഒരു കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. അതായത് നമ്മളുടെ മുട്ട കൊണ്ടുള്ള തേങ്ങ അരച്ച മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ശരിക്കും മീനിൻ്റെ ടേസ്റ്റ് അല്ലെ, ആ ഒരു നമ്മൾ മീനിൻ്റെ ചാറല്ലേ, മീനൊക്കെ മിസ് ചെയ്യുന്നൊരു സമയമാണിത്. എല്ലാവരും ഒരുപാട് ഈഗർലി വെയിറ്റ് ചെയ്യുകയാണ്, ഒന്ന് മീൻ ഇച്ചിരി കിട്ടിയിരുന്നെങ്കിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി മീനില്ലാത്ത മീൻ കറി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയുടെ പകുതി. ഒരുപാട് സവാള നമുക്ക് വേണ്ട, ഒരു പകുതി സവാള വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 4-5 ചുമന്നുള്ളി കൂടെ ഇടാം. ഞാൻ ചുമന്നുള്ളി ഇടുന്നില്ല, അവോയ്ഡ് ചെയ്യുകയാണ്. പിന്നെ ഒരല്പം കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു ശകലം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മുട്ട പുഴുങ്ങിയത്. ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 3 മുട്ട എടുത്തത്. എത്ര മെമ്പറുണ്ടോ, എത്ര മുട്ട വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂട്ടാവുന്നതാണ്, മുട്ടയും കൂട്ടാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയത്, ഗ്രേറ്റ് ചെയ്തത്. ഞാനിവിടെ ഒരു ബോൾ നിറച്ചെടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇച്ചിരി ചാറോട് കൂടി വെക്കാനായിട്ട് എത്രയും തേങ്ങ വേണോ അതനുസരിച്ച് എടുക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കറി ഉണ്ടാക്കാനും മുട്ട പുഴുങ്ങി എടുക്കുകയാണ്. അത് നമ്മൾ പുഴുങ്ങി ഓൾറെഡി എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സർ ജാറ്, ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പുറത്തെടുത്തിട്ട് വെള്ളം ചേർക്കാം. ഓക്കെ, അപ്പം നമുക്കിതങ്ങ് തേങ്ങ അങ്ങ് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 by 1 സ്റ്റെപ്പായിട്ട് കാണിക്കുക ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് അരയ്ക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് പണികളൊക്കെ എളുപ്പമാക്കാനായിട്ട് നമ്മൾക്ക് എല്ലാ ലേഡീസിനും അറിയാം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഉള്ളിയൊക്കെ ഒന്ന് വഴട്ടാനിട്ടു, ആ നേരം കൊണ്ട് നമ്മൾ അരപ്പരച്ചെടുത്തു. നമുക്കപ്പം വീട്ടിലെ ഓരോ പണികളും പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കിവിടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങയിലോട്ട് നമുക്ക് അരയ്ക്കാനായിട്ട് വേണ്ടത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കശ്മീരി ചില്ലിയാണ്. ഒരു
2 ടീസ്പൂൺ കശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ. ഇതിന് നല്ല കളർ കാണും. 2 ടീസ്പൂൺ എന്ന് പറയുമ്പം 1 ടേബിൾ സ്പൂൺ. വലിയ സ്പൂണിന് ഇതുപോലെ വലിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി മതി. ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ്. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി 1 സ്പൂൺ കൂടി കൂട്ടാം. പച്ചമുളക് 2-3 എണ്ണം കൂടി കൂട്ടാവുന്നതാണ്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ തേങ്ങ പച്ചയരച്ച് മീൻകറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. 2 ചെറിയ പീസ് ചുമന്നുള്ളി. ഞാൻ സാധാരണ തേങ്ങ പച്ചയരച്ച് മീൻകറി വെക്കുമ്പോൾ അതിൽ ഉള്ളി 2 എണ്ണം അരയ്ക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഉള്ളി അരയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഉള്ളി വഴട്ടാം. 2 രീതിയിലും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പുളി കൂടെ ചേർത്തിട്ട്, പിഴിപുളി കൂടി ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം എൻ്റെ അടുത്ത് ഇപ്പം മാങ്ങ ഇരിപ്പുണ്ട് ഇതിൽ ചേർക്കാൻ. നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് പച്ചമാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് മീൻകറി നല്ലത്. അപ്പം പച്ചമാങ്ങ വേണമെങ്കിലും ഇടാം നമുക്ക്. ഇരുമ്പൻ പുളിയുടെ സമയമാണ്, സീസണാണിപ്പം. അപ്പോൾ ഇരുമ്പൻ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിഞ്ചിക്കയെന്ന് പറയും ചിലയിടത്തൊക്കെ. അപ്പം പുളിഞ്ചിക്കയോ ഇരുമ്പൻ പുളിയോ ചേർക്കാം, പച്ചമാങ്ങ ചേർക്കാം. ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരല്പം, ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഒരല്പം പിഴിപുളി തേങ്ങയുടെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് ആദ്യമേ അങ്ങ് അരച്ചെടുക്കരുത്. ഒരല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, കാരണം നമ്മൾ മീൻ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് പോലെ ഇരിക്കണ്ടേ, അതുകൊണ്ടാണ് ചട്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചട്ടിയോ ചീനിച്ചട്ടിയോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1-2 ഞാൻ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിനകത്ത് ഞാൻ കടുക് പൊട്ടിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മൾ പച്ച അരച്ച് വെക്കുന്ന മീൻ കറിയല്ലേ. അപ്പം ഇതിലോട്ട് നമുക്ക് ആ സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കളറൊന്ന് ട്രാൻസ്പെറൻ്റ് ആകട്ടെ. സവാളയുടെ അല്പം കളർ മാറി വരട്ടെ. അപ്പം നമുക്ക് അരപ്പ് ചേർക്കാം. സവാളയുടെ കളർ ഇവിടെ ഒരല്പം ഒന്ന് മാറി വരുന്നുണ്ട്. ചെറുതായിട്ട് ഒന്ന് കളർ ചേഞ്ചായി ലൈറ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തേങ്ങ കോക്കനട്ട് മിക്സ് അരച്ചെടുക്കും, അതങ്ങനെ ഇട്ട് കൊടുക്കാം. അതിപ്പോഴേ ഉണ്ടല്ലോ നല്ലൊരു പച്ചമീനൊക്കെ ഉണ്ടാക്കത്തില്ല നമ്മൾ, ആ ഒരു മണം വരുന്നുണ്ട്. മിക്സ് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. പച്ചമണം മാറിയിട്ട് ആ മിക്സിയിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചട്ടിയിലിട്ട് ഒരു 2 മിനിറ്റ് ആ അരപ്പൊന്ന് വഴറ്റിയെടുത്തു. ഇതിനിയൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുക, മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ചാറ് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. നമുക്ക് ചോറുണ്ടാനൊക്കെ കുറച്ച് ചാറ് വേണമല്ലോ. അപ്പം മാത്രമല്ല തേങ്ങ അരച്ച മീൻ കറിയൊക്കെ നമ്മൾ വെച്ച് വരുമ്പോൾ കണ്ടിട്ടില്ലേ, കുറച്ചൊന്ന് കട്ടിയാവും ഇതൊന്ന് പറ്റി കഴിയുമ്പോൾ. അപ്പം കുറച്ച് വെള്ളം ഇപ്പം ആവശ്യമുള്ളത് ആഡ് ചെയ്ത് വെക്കണം, പിന്നീട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക ഇതിലോട്ട്. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി പോകരുത്. ഇപ്പം ഞാൻ മാങ്ങയുണ്ട് എൻ്റെ അടുത്ത്, പച്ചമാങ്ങ. അതിപ്പോൾ ഇടുന്നില്ല. അത് നമുക്കിത് കുറച്ച് ചാറൊന്നും പറ്റാറാകുമ്പോൾ ഇട്ടാൽ മതി, കാരണം മാങ്ങ പെട്ടെന്ന് അങ്ങ് വെന്ത് പോത്തില്ലേ. അപ്പോൾ ഇപ്പം ഇടണ്ട, ഒന്ന് തിള വന്നിട്ടിടാം. അപ്പോൾ നമ്മളുടെ ചാറിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ഈ മുട്ടയെല്ലാം പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. പതുക്കെ വെക്കണം കേട്ടോ, ഇളക്കരുത്, പക്ഷേ പതുക്കെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മളത് ഇളക്കിയാൽ അതിൻ്റെ ആ മഞ്ഞക്കുരു ഇല്ലേ, അതിൻ്റെ യെല്ലോ, അത് അതിനകത്ത് മിക്സ് ആവും. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒന്ന് ഇളക്കാതെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിനകത്ത് ഈ മാങ്ങയും കൂടെ അങ്ങിട്ടേക്കാം.
ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി മാങ്ങ എടുത്തോളൂ, ഇത്തിരി പുളിയുള്ള മാങ്ങ. അപ്പം ഇനി ഒന്ന് അടച്ചു വെക്കാം, കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ചട്ടിയാണ്, മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും. ചട്ടിയാകുമ്പം പെട്ടെന്ന് അടുക്കി പിടിക്കും ചട്ടിയിൽ. അപ്പം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. ഫ്രണ്ട്സ്, നമ്മളുടെ മീൻ പോലത്തെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മീൻ പോലത്തെ മുട്ടക്കറി. അത് കാണാൻ തന്നെ ശരിക്കും മീൻകറി ഉണ്ടാക്കിയ ഒരു ലക്ഷണമാണ് കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി, വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ടേസ്റ്റിന് വാങ്ങുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഒരൽപ്പം കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് എടുത്ത് ഒന്നൊന്ന് കുലുക്കിയാൽ മതി. ഇളക്കണ്ട, ഇപ്പം ജസ്റ്റ് ഒന്ന് കുലുക്കിയല്ലേ. ആഹാ, സൂപ്പർ. ഇതിനകത്തൊന്ന് ഭയങ്കരമായിട്ട് മീനുണ്ടാക്കിയ ഒരു മണം വരുക, സത്യം കേട്ടോ. മീൻ കറി വെച്ച പോലെ മീനുണ്ടാക്കിയ ഒരു മണം. 1-1.5 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ മണം കേൾക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് മുട്ടയാണെന്ന് ഇപ്പം നമുക്ക് കഴിക്കുമ്പോഴല്ലേ അറിയുള്ളൂ മുട്ടയാണകത്ത് മീനുണ്ടെന്നുള്ളത്. പക്ഷേ ശരിക്കും ഇനി ഇതിൻ്റെ ചാറൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പം പറയാം. ശരിക്കും മീനിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു ഭയങ്കര ടേസ്റ്റ്, ശരിക്കും മീൻ കറിയുടെ ടേസ്റ്റ്. അത് മീനല്ല എന്ന് തോന്നിയേയില്ല, അതേ ടേസ്റ്റാണ്. മീനിൻ്റെ ചാറിനുള്ള അതേ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ അടിപൊളി മീനില്ലാത്ത മീൻ കറി ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ മുട്ട തേങ്ങ അരച്ചുള്ള മീൻ കറി അല്ലെങ്കിൽ മുട്ട തേങ്ങ അരച്ചുള്ള മുട്ടക്കറി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് നമുക്ക് ഇങ്ങനെയുള്ള എമർജൻസി സമയങ്ങളിൽ നമുക്ക് മീനില്ല എന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഇന്നോവേറ്റീവ് ഐഡിയ മാത്രമാണ്. പക്ഷേ ആ ടേസ്റ്റ് അടിപൊളി സൂപ്പറാണ് കേട്ടോ. ആ ഒരു ചാറൊക്കെ ശരിക്കും നമ്മൾ മീനിൻ്റെ ചാറ് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. മീനൊക്കെ കഴിക്കണം തോന്നുന്ന സമയത്ത് മീനില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ആകാം. മുട്ടയാണെന്നേ ഉള്ളൂ അകത്ത്. തേങ്ങ വറുത്തരച്ച് നമ്മൾ ചിക്കനൊക്കെ വെക്കുന്നത് പോലെ തന്നെ മുട്ട വെക്കാറുണ്ട്. പക്ഷേ തേങ്ങ പച്ച അരച്ച് മീൻ വെക്കുന്നത് പോലെ മുട്ട എല്ലാവരും വെക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ വെക്കാറുണ്ടായിരിക്കും. Thank you so much for watching. Keep watching, keep sharing, keep subscribing. Thank you. Eat healthy, stay healthy.